ആശ്വസിക്കും താഴ്വരയിൽ ദീപമതാ നിൻമൊഴികൾ. ഈ സ്മാരക പ്രാർത്ഥനയിലേക്ക് ബഹുമാനായി നിങ്ങൾ എല്ലാവരെയും വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വളരെ തിരക്കിട്ട ഒരു പ്രോഗ്രാമിന് ശേഷമാണ് അഭിനന്ദ തിരുമേനി ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ കരിമ്പൻ ദേവാലയത്തിൻ്റെ 50ാമത് ജൂബിലി, പുതിയ ദേവാലയത്തിൻ്റെ ശിലാസ്ഥാപനവും, അതുപോലെ തന്നെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ദേവാലയം സാധാരണ നിലയിലേക്ക് മാറ്റുകയും പുതിയ ടെമ്പററി ആയിട്ടുള്ള ഒരു പാരിഷ് ഹാളിൻ്റെ പ്രതിഷ്ഠയൊക്കെ ആയിട്ട് 3 മണിക്കാണ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞത്. അതുകൊണ്ടാണ് അല്പം ലേറ്റ് ആയത്. 3 മണിക്കാണ് നമ്മൾ പ്രാർത്ഥന പറഞ്ഞിരുന്നെങ്കിലും ഇന്ന് വളരെ തിരക്കിട്ട പ്രോഗ്രാമിൻ്റെ പദ്ധതിയിൽ രാവിലെ 8 മണിക്ക് മുമ്പ് തിരുമേനി കരിമ്പന് വന്നതാണ്. ഇവിടെയും ദീർഘ നേരത്തെ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. തിരുമേനിയും ഡാലി കൊച്ചുബിയും വാക്സിനേഷനെ ഇവിടുത്തെ കുടുംബാംഗമാണ്. വിദ്യാലയമായി സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിലും സഭയുടെ പേരിൽ ഒരു വാക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മറ്റ് ധാരാളം പേര് ഈ കുടുംബവുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളതായ വ്യവസായ ഉൾപ്പെടെയുള്ള ധാരാളം പേര് വിശിഷ്ടരായ കുടുംബവുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളവരും രാജ്യക്കാരും സ്നേഹിതരും അയൽവക്കക്കാരും സഭാജനങ്ങളും ഇങ്ങനെ വിവിധ നിലകളിൽ ഈ കുടുംബത്തിൻ്റെ പ്രയാസകരമായ സാഹചര്യങ്ങളൊക്കെ വളരെ അടുത്ത് നിൽക്കുകയും ചേർത്ത് നിർത്തുകയും ആശ്വാസം പകരുകയൊക്കെ ചെയ്ത പ്രിയപ്പെട്ടവർ ധാരാളം പേര് വന്നിട്ടുണ്ട്. എല്ലാവരെയും ഒരുപാട് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സാധാരണ സ്മാരക പ്രാർത്ഥന ശുശ്രൂഷകർമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ പ്രാർത്ഥനയിലേക്ക് എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് ഞാൻ സ്വാഗതം ചെയ്തു. ഇപ്പോൾ ബഹുമാനപ്പെട്ട മാക്സിനച്ചൻ ഒരുപാട് പ്രാർത്ഥിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ. കർത്താവേ, പരിശുദ്ധനായ ദൈവമേ, വളരെ പ്രത്യാശാപൂർണമായ നിമിഷങ്ങൾക്കായി അവിടുത്തെ നാമത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഞങ്ങളെ വിട്ട് അവിടുത്തെ സന്നിധിയിൽ പ്രവേശിച്ച ജനപന്യ മാതാവിന്റെ ജീവിതത്തെ ഓർത്ത് സേവനങ്ങളെ ഓർത്ത് സ്വന്തം കരയറ്റുവാനായിട്ട് ഈ കുടുംബമായി ഒന്നിച്ചേർന്ന് ഒരുമിച്ച് ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാനായിട്ട് ഞങ്ങളെ സഹായിച്ച വൻകൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവേ, പ്രിയ മാതാവിനെ ഓർമ്മിക്കുന്ന ഈ നിമിഷങ്ങളിൽ ആദ്യ സന്ധിയിൽ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നു. നാമത്തിൽ തന്നെ. നിന്നോട് ഛായയിൽ സൃഷ്ടിച്ചു നിത്യമായി സ്നേഹിച്ച നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും
നീതിയിൽ വാഴമൂടിയതു നിൻ മക്കൾക്കും സ്വർഗ്ഗേ ലഭിക്കും. നിൻ മഹാകൃപയാൽ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നു. നിൻ മഹാകൃപയാൽ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നു. ഒരേ പ്രത്യാശകാരങ്ങൾ ആരംഭിക്കാം. ലോകമാം ഗംഭീരമാ വാരിയിൽ വിശ്വാസക്കപ്പലിലോടിയിട്ട് നിത്യ വീടുന്നുണ്ടാവിടെയെത്തി കർത്തനോടുകൂടെ വിശ്രമിപ്പാൻ യാത്ര ചെയ്യാൻ ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ആളുകൾ പോയി കർത്താവിൻ വരവു സമീപമായി മഹത്വനാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്കാനിന്നാത്മാവിനാൽ യാത്ര ചെയ്യാൻ ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും പൂർവ പിതാക്കളും അപ്പോസ്തലരും ദൂരമേ ദർശിച്ച് ഭാഗ്യദേശം ആകയാൽ ചേർന്നമെന്നെന്നിലാമം അന്യനെന്നീ ലോകമതിൽ യാത്ര ചെയ്യാൻ ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നെന്നാലും കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചെന്നാലും ദേഹി ദുർഗത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യാൻ ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ യേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ ശുദ്ധ പളുങ്കിൻ കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം പൊത്തിടും ഞാൻ. മരുഭൂമിയും മരണനിലവും ആനന്ദിക്കും. നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിവൃക്ഷം പോലെ പൂക്കും. അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. കർത്താവിനായി മരിക്കുന്നു.
അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. മരിച്ചവർക്കും ജീവിച്ച് കർത്താവ് ആകണമെന്നല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തത്. പ്രാർത്ഥിക്കാം. സകല ആശ്വാസത്തിന്റെ ഉറവിടമായ ദൈവമേ, ഞങ്ങൾക്ക് മുമ്പായി ഓട്ടം ലഭിച്ച് നിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ട ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദരിയോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ ഉത്തമ സാക്ഷിയായി സഭയിലും സമൂഹത്തിലും ജീവിച്ച് ത്യാഗപൂർവ്വം നിന്നെ പിൻപറ്റി അനുകരിക്കത്തക്ക മാതൃകകൾ സ്വജീവിതത്തിലൂടെ കാട്ടിത്തന്ന നിന്റെ ദാസിയുടെ ജീവിതത്തിന്റെ നന്മകൾ അനുഭവിച്ചവരായ ഞങ്ങൾ വിധത്തിലായിരിക്കുന്ന ഈ സമയത്ത് സ്വർഗീയ ആശ്വാസത്താൽ നീ ഞങ്ങളെ ബലപ്പെടുത്തണമേ. വിശിഷ്യ ദുഃഖത്തിന്റെ കാഠിന്യം അനുഭവിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ ലോകത്തിൽ ആർക്കും നൽകുവാൻ കഴിയാത്ത സമാധാനത്താൽ നിറയ്ക്കുവാൻ നിനക്ക് ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. ജയമായ വേദഭാഗം വായിച്ചു കേൾക്കാം. ആദ്യം സങ്കീർത്തന വേദഭാഗം, അതിനുശേഷം തൊണ്ണൂറാം സങ്കീർത്തനം. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സംഗീതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയിലെയും ഭൂമണ്ഡലത്തിലെയും മനുഷ്യന് മുമ്പേ നീ അനാദിയായ ശാശ്വതമായ ദൈവമാകുന്നു. നീ മർത്തനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുമെന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരത്തിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. 9-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെ. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 9-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെ. ഗോത്രങ്ങളിലും വംശങ്ങളിലും ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്ന് ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ളനിലങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിരിക്കുന്നതിനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെ ദാനം എന്ന് അവർ അത്യചിതാർത്തുകൊണ്ടിരുന്നു. സകല ദൂതന്മാരും സിംഹാസനത്തിൻ്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്നു സിംഹാസനത്തിന് മുമ്പിൽ കവിണ്ണു വീണു. ആമേൻ. നമ്മുടെ ദൈവത്തിന് നന്ദിക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചു. സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ ഉദ്ദേശത്തിൽ ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അങ്ങയുടെ കൃപയ്ക്കായി ഞങ്ങൾ നിങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയ ദാസിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചതായ സ്നേഹത്തിനായിട്ടും കരുതലിനായിട്ടും പ്രോത്സാഹനത്തിനായിട്ടും പത്യോപദേശങ്ങൾക്കായിട്ടും ഞങ്ങൾ ഇങ്ങനെ സ്തുതിക്കുന്നു. ദാസിയുടെ ജീവിതത്തിൽ ഓർക്കുന്ന ഈ നിമിഷത്തിൽ എല്ലാ നല്ലതാനവും തികഞ്ഞു വരവൊക്കെയും അങ്ങിൽ നിന്ന് വരുന്നുവെന്ന് ഓർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി തീർക്കുന്ന ദൈവമാകുന്നുവെന്ന് പരിപൂർണമായി വിശ്വസിക്കുവാനും ദൈവഹിതത്തിനായി ഞങ്ങളെ സമർപ്പിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. അതൊന്നുമല്ല, നമ്മൾ നിന്നൊക്കെ വേർപെട്ട് യാത്ര പറയുന്ന പ്രിയപ്പെട്ടവർ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ സ്വാധീനങ്ങളാണ് അവരിലൂടെ നമുക്ക് ലഭിക്കുന്നത്. കുടുംബാംഗങ്ങൾക്കും സമൂഹത്തിനും സഭയ്ക്കും ഒക്കെ ലഭിച്ച വലിയ സേവനങ്ങളുണ്ട്. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഇന്ന കാര്യമാണ് ഞങ്ങളുടെ ഇന്ന പ്രിയ അലീസ് ആൻറ്റിയിൽ നിന്ന് ഇന്ന കാര്യം ഞങ്ങളെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയാനായിട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു നിർബന്ധമായിട്ടല്ല, ആരെങ്കിലും അങ്ങനെ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ 1-2 അല്ലെങ്കിൽ അല്പസമയം അതിനുവേണ്ടി നമുക്ക് മാറ്റിവെക്കാവുന്നതാണ്. അങ്ങനെ ആർക്കെങ്കിലും കുടുംബാംഗങ്ങൾ വളരെ വേദനാജനകമായ കാര്യമാണ് ഈ അനുസ്മരണം എന്ന് പറയുന്നത്. എങ്കിലും നമുക്ക് അങ്ങനെ ഒരു ഭാഗം ഉള്ളത്. കാരണം അടുത്ത് പറയുന്ന ആശ്വാസദായക ശുശ്രൂഷയ്ക്ക് അത് ഈ പറയുന്ന അനുസ്മരണം നമുക്ക് വളരെ പ്രചോദനകരമായിരിക്കും. നമ്മുടെ ജീവിതത്തിനും വലിയ പ്രചോദനകരമാണ്. അതിനുവേണ്ടിയാണ് അങ്ങനെ ഒരു ഭാഗം നമ്മുടെ ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെലിബ്രേഷൻ ഓഫ് ലൈഫ്. ജീവിതത്തെ നമ്മൾ ആ ജീവിതത്തിൻ്റെ നന്മകളെ നമ്മൾ ആഘോഷിക്കുകയാണ്. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ ഈ സമയത്ത് അതിനുവേണ്ടി നമുക്ക് അല്പസമയം മാറ്റിവെക്കാം. ആരുമില്ലെങ്കിൽ നമുക്ക് ഒരു കൂട്ടായ്മകാലം ആലോചിച്ച് അല്പസമയം വചന കേൾവിക്കായിട്ട് നമുക്ക് ഒരുങ്ങുകയും ചെയ്യും. നമ്മുടെ വിട്ട് കടന്നുപോയ പ്രിയ ചേച്ചിയുടെ ജീവിതത്തെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ സഹോദരങ്ങൾ എന്നുള്ള നിലയിൽ ചെറുപ്പകാലത്തുള്ള ഓർമ്മകളാണ് ഉള്ളത്. ഇപ്പോഴും കൊച്ചുണ്ടാക്കിയും മറ്റുണ്ടാക്കിയും കുട്ടികളുടേതായ രീതിയിലുള്ള എല്ലാ കുസൃതികളും ചെല്ലപ്പേരുകൂടിയും ഒക്കെ ഉണ്ടായിരുന്നു അക്കാലങ്ങൾ. ആലിസ് എന്നാണ് പേരെങ്കിൽ ഞങ്ങൾ ആലിബാബ നാം നേരത്തെ പണ്ട് ചെറുപ്പക്കാരങ്ങൾ ആലിബാബായി നടത്തുന്നതാണ്. അത് ചെറിയ ക്ലാസ്സിലൊക്കെ എളുപ്പത്തിൽ ഉള്ള സമയത്തുള്ള ഓർമ്മകളൊക്കെ എന്തെങ്കിലും അങ്ങനെ വിളിച്ച് കളിയാണ്. പിന്നെ അത് ആലീസ് എന്ന് പറയത്തില്ല, ആലിന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പ്രദേശം
മക്കളിൽ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് അജിജിയാണ്. ഇവിടെ മാത്രമല്ല, ഇവിടെ 70കളിലാണല്ലോ നമ്മളിവിടെ ഈ പ്രദേശത്തുള്ള ആൾക്കാർ താമസം തുടങ്ങിയത്. അതിനു മുമ്പ് വൈരമണിയിൽ വെങ്ങാനത്ത് താമസിക്കുന്ന സമയത്തും അവിടെ ഉണ്ടായിരുന്ന തൊട്ട് അയൽക്കാരുന്ന ആൾക്കാരും ഇവിടെ വന്നപ്പോഴും ദൈവത്തിൻ്റെ ഒരു നിയോഗം എന്ന പോലെ ഇവിടെ ഉണ്ടായിരുന്ന കല്ലൂരിക്കാറ്റ്, ദേവിച്ചെട്ടിയാറ് വീട്ടുകാർ, അതുപോലെ തന്നെ ഇലവനാക്കുഴിക്കാർ, അതുപോലെ ആൾക്കാർ എല്ലാം ഞാൻ ചെറിയ ഓർമ്മയാണ്. അവരൊക്കെ ഇവിടെ ഇവിടെയും വന്നപ്പോൾ ആ ഒരു ബന്ധം സൂക്ഷിപ്പാനാണ് ഇടയായി തീർന്നു. എനിക്ക് തോന്നുന്നത് ഈ അടുത്തുള്ള ആൾക്കാരുമായിട്ട് വീടുകളിൽ പോകാനും പലപ്പോഴൊക്കെ പോവുകയും സംസാരിക്കുകയും അങ്ങനെ ഒരു ബന്ധം സൂക്ഷിച്ച് ആഴ്ച ചെയ്യാം. പോയി പോകും, കാണുന്നത് അല്ലെങ്കിൽ മറ്റാൾക്കാർ കാണുന്നത്. വേറെ ആരും അങ്ങനെ അത്രയും ഒരു സ്നേഹബന്ധ സൗഹൃദമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലായി. ഒരു സാധാരണ ഒരു ജീവിതം പോലെ പോയി എന്നാൽ അത് ഇപ്പം നമ്മൾ തിരിഞ്ഞു നോക്കുന്നതാണ്. അങ്ങനെ ഒരാൾ ഇല്ല ഇനി. നമുക്കാർക്കും ആ ഒരു സ്ഥാനം എടുക്കാനും പറ്റില്ല. അങ്ങനെ ഒരു രീതി നമുക്കില്ല. പ്രത്യേകിച്ച് അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു എടുത്തു പറയത്തക്ക സാമൂഹിക പ്രവർത്തകയോ അല്ലെങ്കിൽ അങ്ങനെ പള്ളിയിലെ എന്തെങ്കിലുമോ അങ്ങനെ യാതൊരു വിധമായ മേഖലയിലും പുള്ളിക്കാരത്തി അങ്ങനെ ബന്ധപ്പെടും. വീട്, പള്ളി, ബന്ധുക്കളൊക്കെ വീട്, അയൽപക്കം, ഇത് മാത്രമേ അവരുടെ ലോകമുണ്ടാകൂ. തീർച്ചയായിട്ടും അവർ ഓർക്കുന്നു. ഞങ്ങളിവിടെ വരുമ്പോൾ ഞങ്ങൾ കുടുംബമായിട്ട് വരുന്ന സമയത്തൊക്കെ വളരെ സഹായമാണ്. ഓടി വരും. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ വീടൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കിയിടും. തുണികളെല്ലാം അവിടെ കൊണ്ടുവന്ന അതെല്ലാം ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങളിങ്ങനെ ലാലി ഞാനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു അങ്ങനെയൊന്നും ആൾക്കാരില്ലല്ലോ. എത്ര ചെയ്യേണ്ടെന്ന് പറഞ്ഞാലും അത് ചെയ്യും. പ്രത്യേകതയായി വയ്യായെങ്കിലും അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. ഒത്തിരി പരാതികളൊന്നും അങ്ങനെ പറയുന്നൊരു രീതിയില്ല. വല്ലപ്പോഴും വലിയ ചെറിയ ചെറിയ കാര്യങ്ങളെ ഇങ്ങനെ ആരുടെങ്കിലും ഷെയർ ചെയ്യുന്നില്ല. മിക്കവാറും ഷെയർ ചെയ്യുന്നത് ലാലിയുമായിട്ട് ചിലപ്പോൾ ഷെയർ ചെയ്യും, അല്ലെങ്കിൽ അത്ര അടുത്തുള്ള ആൾക്കാരുമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ വേറെ ഒരു അങ്ങനെ ഷെയറിങ് സ്വന്തം കാര്യങ്ങൾ അങ്ങനെ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇല്ല. അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഉണ്ടാകുന്ന സമയത്തും അവർ ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപെട്ടതും അജിജിയാണ്. ഒത്തിരി ദൂരെയൊന്നും പോകുന്നില്ലെങ്കിൽ ആൾക്കാരൊക്കെ നല്ല പരിചയമാണ്. ഇവിടെ ഈ പ്രദേശത്തുള്ള ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്നത് അറിയാവുന്നത് അജിജിക്കാണ്. മറ്റുള്ള ആൾക്കാർ വേറെ അറിയാം. അവിടെ അവരുടെ വീട്ടിലൊന്നും പോയി ആൾക്കാരൊക്കെ അറിയാം. അതെങ്ങനെ അറിയുന്നറിയത്തില്ല. അത് ഒരുപക്ഷെ ഈ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒരു പ്രത്യേക ഒരു കഴിവുണ്ട്, കാര്യങ്ങളൊക്കെ പറയാനും മനസ്സിലാക്കാൻ. ഒരുപക്ഷെ അങ്ങനെയുള്ള സൗഹൃദ സംഭാഷണമായിരിക്കാം. അങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ സമയത്ത് ഓർക്കുന്നു. പറയൂ എന്തുവാ വരും എന്നുള്ള ഒരു പ്രതീക്ഷ എന്ത് ചെയ്യാം, അത് ധൈര്യമായിട്ടിരിക്കാന്നൊക്കെ പറഞ്ഞു. മക്കളുമായിട്ടും അത് നല്ലൊരു ബന്ധമാണ് ഉണ്ടായിരുന്നത്. അതെല്ലാം ഞങ്ങൾ സമയത്ത് ഓർക്കുന്നു. സഹോദരങ്ങളോട് വളരെ വളരെ സ്നേഹമാണ് ഇടപെട്ടിരുന്നു. ഞങ്ങൾക്ക് വരുന്ന പറയുമ്പം എന്തെങ്കിലുമൊക്കെ പ്രത്യേകത അവരുടെ രീതിയിലുണ്ടാക്കി തരിക എന്നുള്ളത് വളരെ വലിയൊരു സന്തോഷമാണ്. മിക്കവാറും 1-ാം തീയതിയിൽ അപ്പം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ഒരു രീതിയായിരുന്നു. അത് വരുന്ന ആൾക്കാർക്ക് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതയൊക്കെ ഉണ്ടായിരുന്നു. ഓർക്കുമ്പോൾ അതേ ഉള്ളൂ. പ്രാർത്ഥനാ പാട്ടൊക്കെ അവരുടെ രീതിയിൽ അവർ പാടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പ്രാർത്ഥനയ്ക്ക് കൂടും അല്ലെങ്കിൽ തന്നെ അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു അന്ന് അസുഖമായ സമയത്ത് അവർ പ്രാർത്ഥിച്ചു, പ്രാർത്ഥിക്കണം പറഞ്ഞ് പ്രാർത്ഥിച്ചു, എന്നെ പ്രാർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ ഒരു പ്രത്യേകത അവരെ കുറിച്ച് തോന്നി. മാത്രമല്ല ഇത് ഒരു പ്രത്യേക രീതിയാണ്. ഇതിൻ്റെ സ്വഭാവം എന്ന് പറയാനില്ല, മനസ്സിലൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ആൾക്കാരോട് സംസാരിക്കും, അവരും നമ്മളോട് സംസാരിക്കും. ആ രീതിയിൽ ഒക്കെ പോകുന്നതാണ് നമ്മുടെ സംഭവം. എങ്കിലും ഇത്രയും പെട്ടെന്ന് മരിക്കുമെന്നൊരു ചിന്ത ഉണ്ടായില്ല. ഞാൻ വിദേശത്തോട്ട് വന്ന് എയർപോർട്ടിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഫ്ലൈറ്റ് വെച്ച് തന്നെ അറിഞ്ഞു. ഇടയ്ക്ക് ഞാൻ ലാലിയെ വിളിച്ചായിരുന്നു. ലാലിയെ വിളിച്ച് പറഞ്ഞു വരുമ്പം പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതിന് എന്താ ഫീൽ ചെയ്തു. കാരണം എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ആണോ എന്നൊക്കെ ആശുപത്രിയിലാണെന്ന് പറഞ്ഞിരുന്നു. എനിക്കത് വളരെ ഒരു സങ്കടം ആയിപ്പോയി. സങ്കടപ്പെട്ട കാര്യമില്ല. കാരണം സങ്കടപ്പെടുന്നവരെ ആശ്വസിക്കേണ്ട ചുമതലയാണല്ലോ എനിക്കും ഞങ്ങളെപ്പോലുള്ളവർക്കുള്ളത്. എങ്കിലും ഇവിടെ നമ്മളിപ്പോൾ വായിച്ച പോലെ വേദവാക്യമുള്ളത് പോലെ തന്നെ ലോകപ്രകാരം വേർപാട് ദുഃഖമാണ് ഉണ്ടാകുന്നത്. അത് പറയാൻ കഴിയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും മാറും തീർച്ചയായിട്ടും.
എങ്കിലും ആ സമയത്ത് അന്നും അതിനു മുമ്പും ചേച്ചിക്ക് എല്ലാവിധമായ സപ്പോർട്ടും ഈ ദേശം തന്നെയായിരുന്നു, ഈ കട്ടിങ് പ്രദേശമായിരുന്നു. അത് ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരുമായിട്ട് ഇടപെടാനൊക്കെ ആ ഒരു ബന്ധത്തിൻ്റെ പ്രധാന കണ്ണി അത് നഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഒരാളിങ്ങനെ അങ്ങനെ ഓടി നടന്ന ഒരാൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക് നമുക്ക് പലപ്പോഴും പകരക്കാരെ കാണാൻ സാധിക്കുക. വേറൊരു രീതിയിലല്ലെങ്കിലും അതൊക്കെ മാറിപ്പോകും. എങ്കിലും പ്രധാനത്തിന് അങ്ങനെ ഒരു തീർച്ചയായിട്ടും അവർ ആഗ്രഹിച്ച അവരുടെ മനസ്സിലുണ്ടായിരുന്ന വിശ്വാസം, അവർ മനസ്സിലാക്കിയ തിരുവചന സത്യങ്ങൾക്കനുസരിച്ചുള്ള പ്രാർത്ഥനയും ജീവിതവും അവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ദൈവസന്നിധിയിൽ ചെന്നെത്തി എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് സഹോദരങ്ങൾക്ക് ചേച്ചിയിലൂടെ ലഭിച്ച എല്ലാവിധമായ സഹായ സാധനങ്ങൾ കരുതലിനെല്ലാം ഞങ്ങൾ ശ്രമിച്ച് ഓർക്കുന്നു. അതോർക്കുമ്പോഴാണ് പിന്നെയും നമുക്ക് ചെറിയൊരു ഇത് തോന്നുന്നത്. എങ്കിലും അത് സന്തോഷത്തോടെയാണ് ഓർക്കുന്നില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലെ ആ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഏതാണ്ട് അതുപോലെയുള്ള ഒരു ഇടപെടലും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്ന അടുത്ത എൻ്റെ മരണസമയത്ത് തൊട്ട് മുമ്പ് ഉള്ള ദിവസങ്ങളിൽ അടുത്തുള്ള നമ്മുടെ അയൽവക്കക്കാരുടെ വീട്ടിലും പ്രിയപ്പെട്ടവരുടെ വീട്ടിലൊക്കെ പോകാനും സംസാരിക്കാനൊക്കെ സമയം കണ്ടെത്തി എന്ന് കേൾക്കുന്നുണ്ടായി. അതുപോലെ തന്നെ ഇവിടെ വഴിയൊക്കെ അടിച്ചിട്ട് എന്ന പുള്ളിക്കാരത്തിൽ വലിയൊരു ഇതാണ്. അതിന് തൊട്ട് മുമ്പ് വഴിയൊക്കെ അടിച്ചിട്ട് കരക്ക വരും എന്നുള്ളൊരു ഉദ്ദേശയിലാണത് ചെയ്യുന്നത്. തീർച്ചയായിട്ടും എന്തോ എല്ലാം മുൻകരുതിക്കോ എന്ന് തോന്നുന്ന രീതിയിൽ അങ്ങനെ ഉണ്ടായി. ദൈവം തക്ക സമയത്ത് ആസ്വദിച്ചു എന്ന് ഓർക്കുകയും ആശ്വസിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഈ ദേശത്ത് സഭാമക്കളുടെ പ്രിയപ്പെട്ടവരുടെ ദേശത്ത് ഞങ്ങളുടെ കട്ടിങ് പ്രദേശത്തുള്ള എല്ലാവരും ആ ദുഃഖവേളയിൽ വന്നു, ഞങ്ങളെ ആശ്വസിപ്പിച്ചു. ഇപ്പോഴും ഈ പ്രാർത്ഥനയിൽ വന്ന് എല്ലാവരെയും വിളിക്കാൻ ഒന്നും പറ്റിയിട്ടില്ല. എങ്കിലും വിളിച്ചു പോകുന്നത് എല്ലാവരും വന്നു. അതൊക്കെ ഞങ്ങൾക്ക് വളരെ ആശ്വാസമാണ്. തീർച്ചയായിട്ടും അത് ഞങ്ങളെ ആ ദുഃഖം മാറി ഒരു പ്രത്യാശയുടെ അനുഭൂതികൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും കടന്നു വന്നതിന് ഒരുപാട് നന്ദി സ്നേഹമുണ്ട്. പ്രിയപ്പെട്ട അച്ഛൻ അന്നും അവസരമൊക്കെ ഏത് പ്രത്യേക കാര്യമാണെങ്കിലും അല്ലെങ്കിലും ഈ പ്രദേശത്തേക്ക് വരികയും ഞങ്ങൾ വീടുകളൊക്കെ സന്ദർശിക്കുകയും ചെയ്യുന്നു, അന്വേഷിക്കുന്നു. ഇന്ന് രാവിലെ തൊട്ട് അച്ഛൻ വളരെ തിരക്കാണ്. പലതരത്തിൻ്റെ ഇടയിൽ അതിനുവേണ്ടി സമയം വേർതിരിച്ചു. അതിന് പ്രത്യേകിച്ച് അച്ഛനോടും സഭയുടെ ചുമതലക്കാരായ കമ്മിറ്റിക്കാരെ കൈക്കാരന്മാരെ പ്രിയപ്പെട്ടവരോട് എല്ലാവരോടുള്ള ഞങ്ങളുടെ സ്നേഹം അറിയിക്കുന്നു. ആശ്വസിക്കും താഴ്വരയിൽ ദീപമതാ നിൻമൊഴികൾ കൂരിരുളേ താഴ്വരയിൽ ദീപമതാ നിൻമൊഴികൾ തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം നടത്തണമേ. പ്രത്യാശയോടുകൂടെ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നത്. കാരണം അങ്ങയുടെ സന്നിധിയിലാണല്ലോ ആശ്വാസ വചനങ്ങളുള്ളത്. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നത് ലോകം തരുന്ന പോലെയല്ല. അതിനുള്ള വലിയ വാക്തത്വമാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്. പ്രത്യേകിച്ച് കർത്താവേ, ഈ വാത്സല്യ ഭവനത്തിലെ പ്രിയാൻ്റിയുടെ വേർപാടിൽ ഇതുവരെയും കുടുംബാംഗങ്ങൾക്കൊക്കെ നൽകിയതായ ആശ്വാസത്തിനായിട്ടും സൗഖ്യത്തിനായിട്ടും പ്രത്യാശയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. നമ്മൾ തിരുവനിക്കായി പ്രാർത്ഥിക്കുന്നു, ഷൊപ്പച്ചമ്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു, മാക്സനച്ചനായി പ്രാർത്ഥിക്കുന്നു. വിവിധ ഇടങ്ങളിൽ നിന്ന് ഈ കുടുംബവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ബന്ധുമിത്രാദികളെയും ചാർച്ചക്കാരെയും പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. സഭയിലെ ചുമതലക്കാർക്കായി സ്തോത്രം, സഭയിലെ വിശ്വാസ സമൂഹത്തിനായി സ്തോത്രം. ഞങ്ങൾ അല്പസമയം ഞങ്ങളുടെ സന്നിധിയിലേക്ക് അടുത്ത് വരികയാണ്. സ്വർഗ്ഗം ജായിച്ച് ഞങ്ങളുടെ മതിലേക്ക് ഇറങ്ങി വന്ന് കർത്താവേ, ഞങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടവരായതുകൊണ്ട് കർത്താവ് ഞങ്ങൾക്ക് ആശ്വാസം നൽകണമേ, ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ, ധൈര്യം പകരണമേ. ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാകുന്നു. കർത്താവിൽ പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു സ്മാരക പ്രാർത്ഥനയിൽ സംബന്ധിക്കുവാനായിട്ട് നമുക്ക് ലഭിച്ച അവസരത്തിനായി നന്ദി പറയുന്നു. വളരെ തിരക്കുകളുടെ മധ്യത്തിൽ ഇന്ന് കരിമ്പൻ സഭയുമായി ബന്ധപ്പെട്ട വളരെ
വലിയ ശുശ്രൂഷകൾ നിർവഹിച്ച ശേഷമാണ് അഭിമന്യ തിരുവേണി നമ്മുടെ മധ്യത്തിലായിരിക്കുന്നത്. അഭിമന്യ തിരുവേണിയെ കൊച്ചിനെയും അച്ഛനച്ഛനെയൊക്കെ ഞാൻ വന്ദനം ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. ക്രിസ്ത്യൻ മിനിസ്റ്റേഴ്സിൻ്റെ ശുശ്രൂഷയിലെ ഏറ്റവും പ്രയാസകരമായ കാര്യമാണ് വേർപാടിൻ്റെ വേദനയിലായിരിക്കുന്നവർക്ക് ആശ്വാസം പകരുക എന്നുള്ളത്. ആശ്വാസം പകരുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പകരമായ കാര്യമല്ല. കാരണം നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇങ്ങനെയുള്ള അവസരങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടവരാണ്, അല്ലെങ്കിൽ കടന്നു പോയവരാണ്. നമുക്കതിൻ്റെ വേദന എത്രമാത്രം തീവ്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് വളരെ പ്രയാസകരമായ കാര്യമാണ് ആശ്വാസം പകരുക എന്നുള്ളതായ ശുശ്രൂഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് വളരെ വിനയത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം ഈ ഒരു ശുശ്രൂഷയിൽ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ പ്രിയ മാശാനെയും ഇവിടെ വിൽസനെയും ബോബിനെയും കുടുംബാംഗങ്ങളെയും അഭിനന്ദ തിരുമേനിയോടൊക്കെ ചേർന്ന് ഈ ആശ്വാസദായ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ കർത്താവിനെ മാത്രമാണ് നമുക്ക് ആശ്വാസം പകരുവാനായിട്ട് കർത്താവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. കർത്താവിൻ്റെ വചനത്താൽ കർത്താവ് അത് നിർവഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ ഒരു എളിയ പരിശ്രമം നിർവഹിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരാളിങ്ങനെ പറഞ്ഞു, ഐ ആം സോറി യു ലോസ്റ്റ് യുവർ വൈഫ്. അപ്പോൾ ആ മനുഷ്യൻ തിരിച്ചു പറഞ്ഞ് മറുപടി പറഞ്ഞു എൻ്റെ വാക്കുകൾ സ്മരിക്കട്ടെ. ഐ ഹാവ് ഇൻ ലോസ്റ്റ് ഹെയർ, ഐ നോ എക്സാക്ട്ലി വെയർ ഷീ ഈസ്. ഇതാണ് എൻ്റെ അർത്ഥം. രണ്ട് സുഹൃത്തുക്കളെ പറഞ്ഞു, അയ്യോ എനിക്ക് വളരെ സോറി പറയാണ്, താങ്കളുടെ ഭാര്യ നഷ്ടപ്പെട്ടു പോയല്ലോ. ഈ മനുഷ്യൻ ഉടനെ തിരിച്ച് ഈ സുഹൃത്തിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യ ഒരിക്കലും നഷ്ടപ്പെട്ടു പോയിട്ടില്ല, നിങ്ങൾ പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. എനിക്കറിയാം, കൃത്യമായിട്ടറിയാം എൻ്റെ ഭാര്യ എവിടെയാണെന്ന്. ആ ഒരു പ്രത്യാശയോടുകൂടെ മുൻപോട്ട് പോകാനായിട്ട് പ്രിയ മാനുഷാനെയും മറ്റ് ഇവനെയും അതുപോലെ തന്നെ വിൽസനെയും കുടുംബാംഗങ്ങളെയും അതിൻ്റെ പെരുന്നാളുകൾക്ക് സഹോദരന്മാരെയും കുഞ്ഞുങ്ങളെയും ബന്ധുമുഖാരെയും ചാർച്ചക്കാരെയും തിരുമേനി നമ്മളെല്ലാവരെയും ഈ ഒരു പ്രത്യാശ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രിയമുള്ളവരെ ഈ മരണ വേർപാടിൻ്റെ വേദനയിൽ നിന്ന് നമുക്ക് യഥാർത്ഥ ആശ്വാസവും വിമുക്തി ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ എപ്പോഴും എവിടെയും ഈ ഒരു അവസ്ഥ സംജാതമാകാം. ആരും ഇതിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. എല്ലാവരും സോഷ്യലിസം എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിൽ മാത്രമാണ്. എല്ലാവർക്കും എപ്പം വേണേലും എവിടെ വേണേലും സംഭവിക്കാം. അതുകൊണ്ട് നമുക്ക് ആ ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ ഈ പ്രത്യാശ നിറകരമായ പൗലോസിൻ്റെ വാക്കുകൾ, മരണം എന്നെ സംബന്ധിച്ച ലാഭമാണ്. എനിക്ക് തോന്നുന്നു ലോക ചരിത്രത്തിൽ അങ്ങനെ പറഞ്ഞത് കർത്താവിൻ്റെ ഒത്തിരി വലിയ പ്രഭാഷണം നമുക്കറിയാം. എങ്കിലും പൗലോസ് മാത്രമാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്, മരണം എനിക്ക് ലാഭമാണ്, എനിക്ക് യാതൊരു ഭയവുമില്ല. ആ ഒരു പ്രത്യാശ നിറകരമായ വചനം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ പ്രിയ ആലിസ് ആൻറ്റിയുടെ ഭാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികളും പ്രാർത്ഥനകളും വിനിയോഗം അർപ്പിച്ചുകൊണ്ട് ഇതുവരെയും ധൈര്യം നൽകി ആശ്വാസം നൽകിയ കർത്താവ് തുടർന്നും ആശ്വസിപ്പിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഇതൊരു താൽക്കാലിക വേർപാടാണ്. നമ്മൾ കർത്താവിൻ്റെ ഭാഗത്തെ പ്രതീക്ഷിച്ചെങ്കിൽ നമ്മൾ ഇന്ന് വേർപെട്ട് പോയാലെ മുഖാമുഖം കാണുമെന്നുള്ള വലിയ പ്രത്യാശയോടുകൂടെ ധൈര്യം പ്രാപിക്കാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകൾ സ്മരിക്കുന്നു. സകലാശ്വാസത്തിൻ്റെയും പ്രേനായ കർത്താവ് നമ്മെല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. നിത്യാവിശ്വാസം വേണം. സർവശക്തിയുള്ള പിതാവായ ആകാശവും ഭൂമിയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായുള്ള സകലമായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകനായ പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വവേദന പിതാവിൽ നിന്ന് ജനിക്കപ്പെട്ടവൻ, ദൈവത്തിലുള്ള ദൈവം, പ്രകാശത്തിലുള്ള പ്രകാശം, സത്യദൈവത്തിലുള്ള സത്യദൈവം, ഉണ്ടാക്കപ്പെട്ടതില്ല. പിതാവിന്റെ ഏകമുള്ളവൻ ഉണ്ടായി മനുഷ്യരായ നമുക്ക് മനുഷ്യർക്ക് വേണ്ടി സ്വർഗത്തിലിറങ്ങി പരിശുദ്ധാത്മാവിനാൽ മനുഷ്യനായി തീർന്നു. നമുക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടു, അവൻ കഷ്ടപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു, പ്രകാരം മൂന്നാം സ്ഥലത്തിനേറ്റു, സ്വർഗത്തിലേക്ക് കയറി പിതാവിന്റെ വർദ്ധിക്കുന്നു. മനുഷ്യരെയും ജായിപ്പാൻ മക്കളുടെ വീടുവരും അവരുടെ ആയത്തിന് അവസാനമുണ്ടായില്ല. കർത്താവ് ജീവിക്കുന്നവരും പിതാവിന്റെ പുത്രനും പുറപ്പെടുന്നവരും പിതാവിനോട് വധിക്കപ്പെട്ട് ബോധപ്പെടുന്നവരും പ്രവാചകരുടെ പരിചയമായ പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. പാതകളെ അപ്പോസ്തലമായ ക്രിസ്തുസഭയെ വിശ്വസിക്കുന്നു. പാപമോചനത്തെ അനുസരിക്കുന്നു. മരിച്ചവരെ പുനരുത്ഥാനത്തിലും പരലോകത്തിലെ ജീവനിൽ ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയ്ക്കായിട്ട് എല്ലാവരും ഇരിക്കുന്നു. ആയുസെന്ന മാതാവിൻ്റെ ജീവിതത്തിനായി സേവനങ്ങൾക്കായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരു മകളായി, ഭാര്യയായി, അമ്മയായി, ചേട്ടത്തിയായി, അനിയത്തിയായി, ബന്ധുവായി, സുഹൃത്തായി
തൻ്റെ ജീവിതത്തിലൂടെ ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുവാനും ദൈവബോധം മുറുകെ പിടിക്കുവാനും പ്രത്യാശയോടെ ഏവരെയും ചേർത്ത് പിടിക്കുവാനും വീട്ടിൽ വരുന്നവർക്കും പോകുന്നവർക്കൊക്കെയും ആശ്വാസമായി സന്തോഷമായി ജീവിക്കുവാനും ആ പ്രിയ മാതാവിലൂടെ നാം കണ്ടെത്തിയ നന്മകളെ, നല്ല ജീവിത ഗുണങ്ങളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. എത്ര അനുഗ്രഹമായി കൂട്ടായ്മയെ സംബന്ധിച്ച് പങ്കെടുത്തവിടെയാക്കിയ സ്തോത്രം. ഈ അരശിക്ഷയെക്കുറിച്ച് കർത്താവെ വളരെ അനുഗ്രഹമായ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നോട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് കർത്താവെ ഈ കുടുംബത്തിന് സമർപ്പിക്കുന്നു. സ്തോത്രം ബലപ്പെടുത്തുന്നത് സൂക്ഷിക്കണമേ. ദാനപ്പെടുത്ത മക്കളെയും കൊച്ചുമക്കളെ ഓർത്ത് സ്തോത്രം വലിയ സഹായിക്കണമേ കർത്താവെ. സലറിയ പണത്തോട് ബന്ധപ്പെട്ട എല്ലാ പ്രയുക്തയും കർത്താവിൻ്റെ ഗവൺ സമർപ്പിക്കുന്നു. ഒരിക്കലും ബലപ്പെടുത്തണമേ കർത്താവെ, സൂക്ഷിക്കണമേ. ദൈവം ഒഴിച്ചു വിടണമേ കർത്താവെ. കടന്ന എല്ലാ ദൈവത്തെയും പേരുകളായി സമർപ്പിക്കുന്നു. കർത്താവ് ശുശ്രൂഷ പ്രിയ ദൈവാസന്മാരെയും സമർപ്പിക്കുന്നവരെയും ബലപ്പെടുത്ത ദൈവം സൂക്ഷിക്കണമേ. നൽകപ്പെട്ട അനുഗ്രഹമായ ശുശ്രൂഷയ്ക്കായ സ്തോത്രം. അതെല്ലാവരുടെയും ജീവിത അനുഗ്രഹമായി പ്രാവർത്തികമായി മുന്നോട്ട് വന്നാൽ നിങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. എല്ലാ നന്മകളും അനുഗ്രഹം നൽകി സഹായിക്കണമേ കർത്താവെ. ഇവരുടെ ഒരിക്കലൂടെ സമർപ്പിച്ച് പ്രാർത്ഥന എല്ലാ നന്മകൾക്കാണ് എന്ന് പറയുന്നു. മുഖത്വം എല്ലാം കർത്താവ് എനിക്ക് അർപ്പിക്കുന്നു. യേശുനാമത്തിൽ അപേക്ഷിക്കുന്ന ദൈവത്തോടൊപ്പം ശ്രദ്ധിക്കുക. ആമേൻ. പ്രത്യേക പ്രാർത്ഥന ഈ സമയത്ത് നമുക്ക് ഉപയോഗിക്കാം. ഓരോ പ്രാർത്ഥനയ്ക്ക് പിന്നാലെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളെ ചെയ്തുകൊള്ളണമേ എന്ന പ്രതിവാക്യമായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ കൃപയുണ്ടായി ഞങ്ങളെ ചെയ്തുകൊള്ളണമേ എന്ന്. സർവശക്തനായ കർത്താവേ, നിന്റെ ഏകപുത്രനെ ഞങ്ങളുടെ പാവങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിക്കുവാനും മനത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേൽക്കുവാനും ഈ ലോകത്തിലേക്ക് അയച്ചെന്ന സ്നേഹത്തെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. മനത്തെ തോൽപ്പിക്കുവാനും അന്ത്യനാളിൽ സകലരെയും ചേർക്കുവാനും നിനക്ക് ശക്തി ഉണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുവാൻ ഞങ്ങളെ തുണയ്ക്കണമേ. വേലയും ചെയ്ത് തീർപ്പാനും ഞങ്ങൾക്ക് മുമ്പായി കടന്നു പോയിട്ടുള്ളവരും ഞങ്ങളോടുകൂടെ നിന്ന് ഞങ്ങൾക്ക് സഹായിക്കുകയും ഞങ്ങളുടെ സഹതാപത്താൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തുകയും ഞങ്ങളുടെ സ്നേഹത്താലും ദൃഷ്ടാന്തത്താലും ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള നിന്റെ എല്ലാ മക്കളെയും നന്ദിയോടും സന്തോഷത്തോടും ഓർക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളും ഞങ്ങളുടെ യാത്രയുടെ സമയം വരുമ്പോൾ സമാധാനത്തോടെ നിദ്ര പ്രാപിക്കേണ്ടതിനും നിന്റെ മക്കൾക്ക് നീ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന നിത്യജീവന്റെ പുനരുത്ഥാനത്തിലേക്ക് യോഗ്യതയുള്ളവരായി അവരോടുകൂടെ എണ്ണപ്പെടുവേണ്ടതിനും കൃപ നൽകണമെന്ന് ഞങ്ങൾ കർത്താവായ യേശു മിശിഹ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ പുത്രനായ യേശു മിശിഹായിൽ ഞങ്ങൾക്ക് സത്യവിശ്വാസവും നിശ്ചയമായ പ്രത്യാശയും നൽകിയിരിക്കുന്നുവല്ലോ. വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും നിത്യജീവനായുള്ള പുനരുത്ഥാനത്തിലും വിശ്വസിച്ച് ശരണപ്പെടുന്നവരെ പോലെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ വിശ്വാസവും പ്രത്യാശയും ഞങ്ങളുടെ ആയുസ്നാളെല്ലാം ഞങ്ങളെ വർദ്ധിപ്പിച്ച് ബലപ്പെടുത്തണമെന്ന് അങ്ങയുടെ പുത്രൻ ഞങ്ങളുടെ ഇഷ്ടമായ യേശു മിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. പഠിപ്പിച്ച പ്രാർത്ഥന ഒരുമിച്ച് പങ്കുചേരാ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവ് ജീവനോടിരിക്കുന്നവർക്ക് തന്റെ
പ്രവാസികൾക്ക് സ്വസ്ഥതയും സഭയ്ക്കും ലോകത്തിന് സകല മനുഷ്യർക്കും സമാധാനവും ഐക്യവും നമുക്കും തന്നെ സകലദാസർക്കും നിത്യജീവനും നൽകുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ഒരു വലിയ അവസരം നമുക്ക് ലഭിച്ചതിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് വേപ്പാന്റെ വേദനയിലൊരു ആശ്വാസം പകരുക എന്നുള്ള സഭയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണല്ലോ. അത് ഇങ്ങനെ വളരെ തിരക്കുള്ള ദിവസമാണെങ്കിലും ഇങ്ങനെ ഒരു സമയം ക്രമീകരിച്ച് അത് നിർവഹിക്കുവാനായിട്ട് കുടുംബാംഗങ്ങളുടെ പ്രത്യേക താല്പര്യത്തിനായിട്ട് പ്രത്യേകം നന്ദി പറഞ്ഞു പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ഞാൻ വളരെ രാവിലെ മുതൽ 6-7 മണിക്കൂർ നീണ്ട കൺഫർമേഷൻ മറ്റ് ശുശ്രൂഷകളിലൊക്കെ പങ്കെടുത്ത് ഞങ്ങളെല്ലാം ഒരുമിച്ച് സംബന്ധിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ തന്നെ ഇവിടെ ഭവനത്തിലേക്ക് യാത്ര ചെയ്തെത്തുകയും ചെയ്തു. തിരുവേനയോടും കാലിക്കസ്മയോടും ഇവിടെ മാക്സിം ജോണച്ചിനോടുള്ള നന്ദിയെ സ്നേഹിച്ച് ഞാൻ വളരെ ആദരവും അറിയിക്കുന്നു. മറ്റ് പല വിശിഷ്ടരായ പ്രിയപ്പെട്ടവരുണ്ട്, സാർ ഉൾപ്പെടെ അങ്ങനെയുള്ള കുടുംബാംഗങ്ങളുണ്ട്, സഹോദരന്മാരുണ്ട്, മറ്റ് പ്രിയപ്പെട്ടവരുണ്ട്, സഭയുടെ കരന്മാരെ കമ്മിറ്റി അംഗങ്ങൾ, മറ്റ് കൗൺസിൽ മെമ്പേഴ്സ്, ഇങ്ങനെ വിവിധ സേവനം ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്. പിന്നെ ഭവനവുമായി അഭിവൃദ്ധിയുമായി ബന്ധപ്പെട്ട അയൽവക്ക സ്നേഹിതരും മറ്റ് പ്രിയപ്പെട്ടവരും അങ്ങനെ ധാരാളം പേര് ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. എല്ലാവരോടുള്ളതായ നന്ദിയും സ്നേഹത്തെ ഞാൻ വളരെ വിനോദം അറിയിക്കുന്നു. ദൈവത്തിനെ നമ്മളെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവരെയും സഹകരണത്തിന് കൃത്യമായി കുടുംബത്തിൻ്റെ പേരിലുള്ളതായ നന്ദിയെ സ്നേഹത്തെ ഞാൻ വിനോദം അറിയിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് അച്ഛനും അച്ഛമ്മയ്ക്കും അതുപോലെ തന്നെ ഏകന്മാരെ കമ്മിറ്റികൾ, സഭയിലെ സമിതി അംഗങ്ങൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബക്കാർ, അയൽക്കാർ, സുഹൃത്തുക്കൾ എല്ലാവർക്കും കൃത്യമാണ് നന്ദി സ്നേഹം അറിയിക്കുന്നു. ഒരു ചെറിയ ഒരു പ്രശ്നം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും നന്നാണ്.